നമസ്കാരം. ഭഗവത്ഗീതയിലെ ഒരൊറ്റ ശ്ലോകം, അതിൽ എന്തൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടാവും? നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അതാണ്. ഒരു യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഒരു രാജാവ് പറയുന്ന കുറച്ചു വാക്കുകൾ. അതിലൂടെ അയാളുടെ തന്ത്രങ്ങൾ, ഭയങ്ങൾ, എന്തിന് വരാനിരിക്കുന്ന ഒരു വലിയ ദുരന്തത്തിന്റെ സൂചന വരെ നമുക്ക് കിട്ടും. അപ്പോൾ ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കിയാലോ? ഇതാണ് ആ ശ്ലോകം. ഗീതയിലെ 1-ാം അധ്യായത്തിലെ 8-ാമത്തെ ശ്ലോകം. ഇത് പറയുന്നതാരാണെന്നോ? ഒരു വലിയ യുദ്ധം തുടങ്ങാൻ പോകുന്നതിന് തൊട്ടുമുൻപ് ദുര്യോധനൻ. അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തായിരുന്നുവെന്ന് നമുക്ക് ഈ വാക്കുകളിലൂടെ ഒന്ന് തിരഞ്ഞു നോക്കാം. ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, അയാൾ തന്റെ സൈന്യത്തിലെ പ്രധാനികളെ ഒന്നൊന്നായി പേരെടുത്ത് പറയുകയാണല്ലേ, എല്ലാവർക്കും ഒരു ആത്മവിശ്വാസം കൊടുക്കാൻ വേണ്ടി. പക്ഷേ സംഭവം അത്ര സിമ്പിളല്ല. ഇതിൻ്റെ ഉള്ളിൽ വേറെ ചില കളികളുണ്ട്. അപ്പോൾ ചോദ്യം ഇതാണ്: ഇത് വെറുതെ തന്റെ ശക്തി കാണിക്കാനുള്ള ഒരു വീമ്പ് പറച്ചിലാണോ, അതോ അറിയാതെയാണെങ്കിലും ഒരു ദുരന്തം പ്രവചിക്കുകയാണോ ദുര്യോധനൻ? ശരി, നമുക്കിതിന്റെ ഓരോ വാക്കും ഒന്ന് കീറിമുറിച്ച് പരിശോധിക്കാം. കാരണം ഇതൊരു സാധാരണ ലിസ്റ്റല്ല, ഇതൊരു കോഡഡ് മെസ്സേജ് പോലെയാണ്. നമുക്ക് ഒരുമിച്ച് അതൊന്ന് ഡീകോഡ് ചെയ്തെടുക്കാം. നമ്മുടെ ആദ്യത്തെ ക്ലൂ കിടക്കുന്നത് എവിടെയാണെന്നറിയാമോ? ആ ശ്ലോകം തുടങ്ങുന്ന ആദ്യത്തെ വാക്ക് തന്നെ. ദുര്യോധനൻ ഈ ലിസ്റ്റ് പറയുന്നത് സ്വന്തം ഗുരുവായ ദ്രോണരോടാണ്. അപ്പോൾ ദ്രോണരെ അയാൾ എങ്ങനെയാണ് വിളിക്കുന്നതെന്നതിൽ തന്നെയാണ് ആദ്യത്തെ തന്ത്രം ഒളിഞ്ഞിരിക്കുന്നത്. അയാൾ വെറുതെ ദ്രോണരെ എന്നോ നിങ്ങളെന്നോ അല്ല പറയുന്നത്. പകരം ഉപയോഗിക്കുന്ന വാക്ക് ഭവാൻ എന്നാണ്. സംസ്കൃതത്തിൽ അങ്ങേറ്റം ബഹുമാനം കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണത്, അങ്ങ് എന്നൊക്കെ പറയുന്നത് പോലെ. ഇത് വെറും മര്യാദയുടെ ഭാഗമായിട്ട് പറയുന്നതല്ല. ദ്രോണരുടെ 100% ശ്രദ്ധയും പിന്തുണയും തനിക്ക് കിട്ടണമെന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു കിടിലൻ സൈക്കോളജിക്കൽ മൂവാണിത്. അപ്പോൾ എന്താണ് ആ തന്ത്രമെന്ന് നോക്കൂ. 2 സ്റ്റെപ്പേ ഉള്ളൂ. ഒന്ന്, താൻ ആരോടാണോ സംസാരിക്കുന്നത് ആ ദ്രോണരെ തന്നെ ആദ്യം പുകഴ്ത്തുന്നു. ഭവാൻ എന്ന് പറയുമ്പോൾ തന്നെ സംസാരത്തിന്റെ കേന്ദ്രം ദ്രോണരായി. 2, ആരെക്കാളും മുൻപ് ദ്രോണരുടെ പേര് പറയുന്നു. സൈന്യത്തിന്റെ സുപ്രീം കമാൻഡറായ ഭീഷ്മരെക്കാളും മുൻപ്. ഇതൊരു ചെറിയ കാര്യമല്ല. തന്റെ ടീച്ചറുടെ ഈഗോയെ തൃപ്തിപ്പെടുത്തി അദ്ദേഹത്തെ പൂർണ്ണമായും തന്റെ കൂടെ നിർത്താനുള്ള ഒരു ബ്രില്യന്റ് നീക്കമാണിത്. ദ്രോണരെ 1-ാം സ്ഥാനത്ത് നിർത്തി 2ാമത് സുപ്രീം കമാൻഡർ ഭീഷ്മരെയും പറഞ്ഞു. അതുവരെ ഓക്കെ. പക്ഷേ അടുത്ത പേര് പറഞ്ഞപ്പോൾ അവിടെ കൂടി നിന്ന എല്ലാവരും ഞെട്ടിയിട്ടുണ്ടാകും, ഉറപ്പാണ്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെയാണ് കളി മാറുന്നത്. സാധാരണഗതിയിൽ അധികാര ശ്രേണി അനുസരിച്ച് ഭീഷ്മർ, ദ്രോണർ, പിന്നൊരു പക്ഷെ കൃപരെ പോലെയുള്ള മുതിർന്നവരോ വരണം. പക്ഷെ ദുര്യോധനൻ എന്ത് ചെയ്തു? ദ്രോണർക്കും ഭീഷ്മർക്കും ശേഷം 3ാമത് പറഞ്ഞ പേര് തൻ്റെ ഉറ്റു സുഹൃത്തായ കർണൻ്റേതായിരുന്നു. എല്ലാ നിയമങ്ങളും കീഴ്വഴക്കങ്ങളും കാട്ടിൽ പറത്തിക്കൊണ്ട് തൻ്റെ സുഹൃത്തിനെ അയാൾ മുൻനിരയിലേക്ക് കൊണ്ടുവന്നു. എന്തുകൊണ്ടാണ് ഈ ഒരു നീക്കം ഇത്ര പ്രാധാന്യമുള്ളതാകുന്നത്? ഒന്നാമതായി, അത് ദുര്യോധനന്റെ വ്യക്തിപരമായ ഇഷ്ടം തുറന്നു കാണിക്കുന്നു. റാങ്കിനേക്കാൾ വലുത് തന്നോടുള്ള കൂറാണെന്നൊരു സന്ദേശം അയാൾ നൽകുന്നു. നിലവിലുള്ള സാമൂഹിക നിയമങ്ങളെ അയാൾക്ക് പുല്ലുവിലയാണെന്നും ഇത് കാണിക്കുന്നു. പക്ഷേ ഇതിലൊരു മിലിറ്ററി പ്രാക്ടിക്കാലിറ്റിയുമുണ്ട്. കാരണം സത്യം പറഞ്ഞാൽ ആ സൈന്യത്തിൽ ഭീഷ്മർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ യോദ്ധാവ് കർണനായിരുന്നു. അപ്പോൾ ദുര്യോധനനെ പാരമ്പര്യത്തെക്കാൾ വലുത് കഴിവും വിശ്വസ്തതയുമായിരുന്നു എന്ന് വ്യക്തം. അപ്പോൾ തൻ്റെ പ്രയോറിറ്റികൾ ദുര്യോധനൻ സെറ്റ് ചെയ്തു കഴിഞ്ഞു. ഇനി അയാൾ തൻ്റെ ഡ്രീം ടീമിലെ ബാക്കിയുള്ളവരെ പരിചയപ്പെടുത്തുകയാണ്. തോൽപ്പിക്കാൻ പറ്റാത്തൊരു ടീമെന്നാണ് അയാൾ കരുതുന്നത്. നമുക്ക് നോക്കാം ആരൊക്കെയാണ് ആ ടീമിലെന്ന്. അടുത്തത് കൃപരാണ്. വിശ്വസ്തനായ, പരിചയസമ്പന്നനായ ഒരു യോദ്ധാവ്. അദ്ദേഹത്തിന് സമിതിം ജയൻ എന്നൊരു പേരുണ്ട്, അതായത് എല്ലാ യുദ്ധത്തിലും ജയിക്കുന്നവനെന്ന്. അപ്പോൾ ടീമിൽ ഒരു സ്റ്റേബിൾ, റിലയബിൾ പ്ലെയറെ കിട്ടി. പിന്നെ വരുന്നത് അശ്വത്ഥാമാവാണ്, ദ്രോണരുടെ മകൻ. ഒരു കൺട്രോളുമില്ലാത്ത കോപവും ശക്തിയുമുള്ള ഒരാൾ. ഇത് വീണ്ടും ദ്രോണരെ സന്തോഷിപ്പിക്കാനുള്ള ഒരു നീക്കമാണ്. ദേ, അങ്ങയുടെ മകളെയും ഞാൻ പ്രധാനിയായി കാണുന്നു എന്ന് പറയുന്നത് പോലെ. അതോടെ ദ്രോണരുടെ 100% കമ്മിറ്റ്മെന്റ് ഉറപ്പായി. അതിശയമെന്ന് പറയട്ടെ, അടുത്തത് സ്വന്തം സഹോദരനായ വികർണന്റെ പേരാണ്. പണ്ട് നടന്ന ഒരു വലിയ അനീതിയെ പരസ്യമായി എതിർത്ത ഒരേയൊരു കൗരവൻ. ഒരു പക്ഷേ ഞങ്ങളുടെ ഭാഗത്തും ന്യായമുണ്ട്, മനസ്സാക്ഷിയുണ്ട് എന്നൊക്കെ പുറം ലോകത്തെ കാണിക്കാനുള്ള ഒരു അടവായിരിക്കാം ഇത്. അവസാനമായി സൗമദത്തി, അതായത് ഭൂരിശ്രവസിന്റെ പേരും പറയുന്നു. ഇതെന്തിനാണെന്ന് വെച്ചാൽ തനിക്ക് പുറത്തുനിന്നും ശക്തരായ സഖ്യകക്ഷികളുടെ പിന്തുണയുണ്ടെന്ന് കാണിക്കാനാണ്. അപ്പോൾ ഇത് വെറുമൊരു പേരല്ല, എൻ്റെ ശക്തി നിങ്ങൾ കരുതുന്നതിലും വലുതാണ് എന്നൊരു പവർ സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ കണ്ടില്ലേ, ഇതൊരു വെറും പേര് പറച്ചിലല്ല. ദുര്യോധനൻ തൻ്റെ സൈന്യത്തിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് തന്നെയാണ് അവിടെ അവതരിപ്പിച്ചത്. നേതൃത്വം നൽകാൻ ഭീഷ്മരും ദ്രോണരുമുണ്ട്. തന്നോട് മാത്രം കൂറുള്ള കർണനും അശ്വത്ഥാമാവുമുണ്ട്. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാൻ കൃപരെയും വികർണനെയും ഭൂരിശ്രവസിനെയും പോലുള്ളവരുമുണ്ട്. എല്ലാം കൊണ്ടും പെർഫെക്റ്റായി ബാലൻസ് ചെയ്തൊരു ടീം. അതാണ് അയാളുടെ വീമ്പ്. പക്ഷേ ഇവിടെയാണ് ഏറ്റവും വലിയ ട്രാജഡി ഒളിഞ്ഞിരിക്കുന്നത്.
ദുര്യോധനൻ ഇത്രയേറെ അഭിമാനത്തോടെ അവതരിപ്പിച്ച ഈ ഡ്രീം ടീം യഥാർത്ഥത്തിൽ ഒരു ഡൂംഡ് ടീമായിരുന്നു. അതായത് നാശത്തിന് വിധിക്കപ്പെട്ടവരുടെ ഒരു സംഘം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇവരെല്ലാവരും മഹാന്മാരാണ്. പക്ഷേ അവരുടെല്ലാം മഹത്വം ഒരു തെറ്റായ കാര്യത്തിനു വേണ്ടിയായിരുന്നു ഉപയോഗിച്ചത്. ഭീഷ്മരുടെ ശക്തി എടുത്ത ശപഥങ്ങളിൽ കുടുങ്ങിക്കിടന്നു. ദ്രോണരുടെ അറിവ് തെറ്റായ പക്ഷത്ത് പ്രയോഗിക്കപ്പെട്ടു. കർണന്റെ കഴിവ് അഹങ്കാരം കൊണ്ട് വഴിതെറ്റി. അശ്വത്ഥാമാവിന്റെ ശക്തിയാണെങ്കിൽ നിയന്ത്രിക്കാൻ ആളില്ലാതെ വിനാശകാരിയായി മാറി. സ്വന്തം കഴിവുകൾ തന്നെ അവർക്ക് വിനയായി മാറുകയായിരുന്നു. അതായത് ദുര്യോധനൻ ആത്മവിശ്വാസം കൂട്ടാൻ വേണ്ടി പറഞ്ഞ ആ പേരുകളെല്ലാം സത്യത്തിൽ വരാനിരിക്കുന്ന യുദ്ധത്തിൽ മരിക്കാൻ പോകുന്നവരുടെ ഒരു ലിസ്റ്റായിരുന്നു. അതിൽ പറഞ്ഞ ഓരോരുത്തരും ഒന്നുകിൽ ദുരന്തപൂർണമായ അല്ലെങ്കിൽ അപമാനകരമായ ഒരു അന്ത്യമാണ് നേരിടാൻ പോകുന്നത്. അതാണ് ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം. ഇത് നമ്മളെയും ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കും അല്ലേ? ഒരു നേതാവിൻ്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് അയാൾ കരുതുന്നത് അത് തന്നെ ആവില്ലേ പലപ്പോഴും അയാളുടെ പതനത്തിന് കാരണമാകുന്നത്? നമ്മൾ നമ്മുടെ ഏറ്റവും വലിയ കഴിവ്, ഏറ്റവും വലിയ മുതൽക്കൂട്ട് എന്നൊക്കെ കരുതുന്ന കാര്യങ്ങൾ തെറ്റായ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മൾ അറിയാതെ പണിയുന്നത് നമ്മുടെ തന്നെ നാശത്തിലേക്കുള്ള വഴിയായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.